കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ അസാൻമാർഗിക പ്രവർത്തനം, യാത്രക്കാർക്കും കടക്കാർക്കും ബുദ്ധിമുട്ട്. കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിലും പരിസരത്തും പട്ടകുളം സ്വദേശിയായ വിജയൻ എന്നയാളുടെ പ്രവർത്തനങ്ങൾ മൂലം യാത്രക്കാർക്കും കച്ചവടക്കാർക്കും രൂക്ഷമായ ബുദ്ധിമുട്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബസ് സ്റ്റാൻഡിലെ കടകൾക്ക് മുന്നിലും ATM കൗണ്ടറിലും ബസ്സിനകത്തും നിരന്തരം മൂത്രമല വിസർജനം നടത്തുന്നതായാണ് പരാതി. കഴിഞ്ഞ ദിവസം ബസ്സിനകത്ത് വിസർജനം നടത്തിയതിനെ തുടർന്ന് ഒരു സർവീസ് വരെ നിർത്തിവെക്കേണ്ടി വന്നു. കൂടാതെ യാത്രക്കാരായ സ്ത്രീകളെ ശല്യം ചെയ്യുക, കടകളിൽ നിന്ന് സാധനങ്ങളും ഭക്ഷണവും എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുക, കടകൾക്ക് നാശനഷ്ടം വരുത്തുക എന്നീ പരാതികളും ഉയർന്നിട്ടുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന ചായ ഗ്ലാസ് യാത്രക്കാർ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നതും പതിവാണെന്ന് കടക്കാർ പറയുന്നു. ഒരു 5-6 മാസം കൊണ്ട് ഇദ്ദേഹം തുടങ്ങിയതാണ്. കൂടുതലും കടയിലെ സാധനങ്ങൾ മോഷണം, പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ മലമൂത്ര വിസർജനം, ഇതൊക്കെയാണ് ആളെ സ്ഥിരമായിട്ടുള്ള പരിപാടികൾ. ATM കൗണ്ടറിനകത്ത് കയറിയിട്ടുള്ള മലമൂത്ര വിസർജനം, ബസ്സിനകത്ത് ഇങ്ങനെ സ്ഥിരം ബുദ്ധിമുട്ടാണ്. പരാതി KSRTCയിൽ കൊടുത്തിട്ടും വേറെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാ കടയിലും സ്ഥിരം മോഷണമാണ്. അതുപോലെ പതിവൊന്നും മോഷണമായിരുന്നു. യാത്രക്കാർ ഇരിക്കുന്ന ബെഞ്ചിലും കസേരയിലും പഴകിയ വസ്ത്രം ഉപയോഗിച്ച് മലം തേച്ച് പിടിപ്പിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ബന്ധുക്കൾ ഉണ്ടായിട്ടും ഇയാളെ ആരും തിരികെ കൊണ്ടുപോകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെയും കടകളിൽ കയറി പഴങ്ങളും ഫ്രൂട്ട്സ് അടക്കമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. ഇയാളുടെ പ്രവർത്തനം മൂലം നാട്ടുകാർക്കും ബസ് സ്റ്റാൻഡിലെ ഷോപ്പുകൾക്കും കടുത്ത മാനസിക ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. KSRTC അധികൃതരോടും പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കടക്കാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും കടക്കാരുടെയും ആവശ്യം. ആപ്പിൾ എടുത്തോണ്ട് ഒരു ആപ്പിളിന്റെ വില ഇപ്പോഴത്തെ വിലയ്ക്ക് അനുസരിച്ച് 60 രൂപ വില വരും. 3-4 ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, കൊലകണക്കിന് പടലക്കണക്കിന് കൊലകൾ. ഇത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ വന്നിട്ട് പറയും, നിങ്ങൾ ആരും ഉപദ്രവിക്കും. ഇന്നലെ ഒരു ഒറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസുകാരനാണ്, നിന്നെ പിടിച്ച് പഹത്താക്കളെ, ഞാൻ പോലീസുകാരനാണ്, നിന്നെ പറഞ്ഞ് എന്നെ വരട്ടെ. ഞാൻ പറഞ്ഞത് ഇയാൾ ചെയ്യാൻ പറ്റുന്നുള്ള ചെയ്യുന്ന പറഞ്ഞു. എന്നിട്ട് അടുത്ത കടയിലുള്ള ആൾക്കാർ ഇന്നലെ വന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഒപ്പ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും. KSRTCയിൽ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ആളുകൾ കാണുമ്പോൾ നമ്മൾ ഈ വയസ്സായ ആളിനെ ഉപദ്രവിക്കുന്നതിന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരും മറ്റേ പഞ്ചായത്തും പോലീസും കൂടെ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. കട തുറന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ അങ്ങനെ വന്ന് അവിടെ പഴം എടുത്തുകൊണ്ട് പോകും. ഇതിങ്ങനെ സ്ഥിരമുള്ള പരിപാടിയാണ്. അവിടെ 2-3 പ്രാവശ്യമായിട്ട് പരാതി പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലും പോയി പറഞ്ഞു, അതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഇത് എന്നും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണും. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കും. രാവിലെ നമ്മളിവിടെ കട തുറക്കാൻ വരുമ്പോൾ ഇവിടെ സാധിച്ചു വെച്ചേക്കും. പിന്നെ അവരെ വിളിച്ചാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആകെ ശല്യമാണ്.